എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഹെന്ന എങ്ങനെ മിക്സ് ചെയ്യാമെന്നും അതെങ്ങനെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നും അതിനുള്ള കുറച്ച് ടിപ്സും എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത്. ഹെന്ന മുടി വളരാനും മുടിക്കൊരു കോപ്പറിഷ് ടിൻറ്റ് കിട്ടാനും ഗ്രേ ഹെയർ ഹൈഡ് ചെയ്യാനെല്ലാം വളരെ നല്ലതാണ്. കടയിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഹെന്ന പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇതിൻ്റെ ചെടി ഉണ്ടെങ്കിൽ ലീഫ് ഉണക്കി പൊടിച്ച് അങ്ങനെ വേണമെങ്കിൽ ഹെന്ന പൗഡർ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ ഗോദ്രേജിൻ്റെ നൂപുർ ഹെന്ന പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി പൗഡർ നമ്മൾക്ക് എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ബ്ലാക്ക് ടീ ആണ്. 1/2 കപ്പ് വെള്ളത്തിൽ 4 ടീസ്പൂൺ ടീ പൗഡർ ആഡ് ചെയ്തിട്ട് നല്ല കടുപ്പത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബ്ലാക്ക് ടീ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചൂടെല്ലാം ആറി തണുത്തതിന് ശേഷം മാത്രം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. വെള്ളത്തിൻ്റെ അളവ് കൂടി പോവാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ്. 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തൈര് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. തൈര് ഹെയറിനും സ്കാൽപ്പിനും വളരെ നല്ലതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ചെറുനാരങ്ങയുടെ നീരാണ്. ഒരു ചെറുനാരങ്ങയുടെ നീര് കംപ്ലീറ്റ് ആയിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ ചേർത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഹെന്നയുടെ കളർ കൂട്ടാനായിട്ടത് സഹായിക്കും. അത് മാത്രമല്ല നമ്മുടെ സ്കാൽപ്പിന് നല്ലതാണ്. ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ച് വയ്ക്കുക. ഒരു 6 hours ഇങ്ങനെ ഇരിക്കണം, എങ്കിൽ മാത്രമാണ് അതിൻ്റെ കളർ വരുള്ളൂ. 6 hours കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ട് തലേ ദിവസം നൈറ്റ് തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. കണ്ടില്ലേ, ഇതുപോലുള്ള ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ 6 hours ആയിട്ടുണ്ട്. ഹെന്ന റെഡിയായി. കണ്ടില്ലേ, ഇതിൻ്റെ കളർ തന്നെ മാറി നല്ല ഡാർക്ക് ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എഗ്ഗാണ്. എഗ്ഗ് ഇഷ്ടമുള്ളവർക്ക് ഒരു എഗ്ഗ് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എഗ് വൈറ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. എഗ് വൈറ്റ് ഫുൾ ഓഫ് പ്രോട്ടീൻ ആണ്. എഗ് യോക്കിൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ട്. ഇത് മുടി വളരാൻ നല്ലതാണ്. മുടിക്കൊരു കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യാനും വളരെ നല്ലതാണ്. ഇതുപോലുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യമുള്ളത്. കൂടുതൽ ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നെറ്റിയിലേക്കും കഴുത്തിലേക്കൊക്കെ ഒഴുകി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പത്തെ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുതരാം. എണ്ണമയം ഇല്ലാത്ത മുടിയാണ് ഹെന്ന അപ്ലൈ ചെയ്യാനായിട്ട് നല്ലത്. എങ്കിൽ മാത്രമാണ് ഹെന്നയുടെ കളർ മുടി നന്നായിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോൾ ഹെന്ന അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് മുമ്പത്തെ ദിവസം കുളിക്കുമ്പോൾ ഷാമ്പു ചെയ്ത് കുളിക്കുകയായിരിക്കും നല്ലത്. പിന്നെ എങ്ങനെയായാലും നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പഴയ ഡ്രസ്സ് എടുത്തിട്ട് ഹെന്ന അപ്ലൈ ചെയ്യുമായിരിക്കും നല്ലത്. പിന്നെ ആവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ് നെറ്റി, ചെവി, കഴുത്തിൻ്റെ പുറകുവശം. ആ സ്ഥലങ്ങളിലൊക്കെ ആദ്യം തന്നെ കുറച്ച് വാസലിൻ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഹെന്ന അപ്ലൈ ചെയ്യുമായിരിക്കും നല്ലത്. ഡയറക്റ്റ് നമുക്ക് കൈ വെച്ചിട്ട് ഹെന്ന അപ്ലൈ ചെയ്യാം. കയ്യിലായി കഴിഞ്ഞാൽ കയ്യിൽ കളറാവും. വേണമെങ്കിൽ കയ്യിൽ നമുക്ക് ഗ്ലൗസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഹെന്ന അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ തലയിലെ ടോപ്പിലുള്ള ഒരു ചെറിയ സെക്ഷൻ ഹെയർ എടുക്കാം. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒരു ചെറിയ സെക്ഷൻ ഹെയർ എടുത്തിട്ട് ആ ഹെയറിന് ചുറ്റുമുള്ള സ്കാൽപ്പിലും ആ ഹെയറിലും അതിൻ്റെ ലെങ്ത്തിലും കംപ്ലീറ്റ് ആയിട്ട് ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഹെയർ ഒന്ന് പതുക്കെ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിരിച്ചതിന് ശേഷം ആ ടോപ്പിലായിട്ട് തന്നെ ചുറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത്. സ്ലൈഡൊന്നും കുത്തി വെക്കേണ്ട കാര്യമില്ല, വെറുതെ ഒന്ന് ചുറ്റി വെച്ചാൽ മതി, അത് അവിടെ ഒട്ടിയിരുന്നോളും. അതിനുശേഷം ആ ചുറ്റി വെച്ചിട്ടില്ലേ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ സെക്ഷൻ ഹെയർ എടുക്കുക. അതുപോലെ അടുത്തിരിക്കുന്ന ഹെയറിൻ്റെ സ്കാൽപ്പിലും ഹെയറിലും അതിൻ്റെ ലെങ്ത്തിലും കംപ്ലീറ്റ് ആയിട്ട് ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം ചുറ്റി വെച്ചിട്ടില്ലേ അതിൻ്റെ ചുറ്റും ഈ ഹെയറും ചുറ്റി വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ഹെയറിലും. ഓരോ ചെറിയ ചെറിയ സെക്ഷനായിട്ട് എടുക്കുക. സ്കാൽപ്പിലും ഹെയറിലും അതിൻ്റെ ലെങ്ത്തിലും കംപ്ലീറ്റ് ആയിട്ട് ഹെന്ന അപ്ലൈ ചെയ്യുക. അങ്ങനെ ഫ്രണ്ട് സെക്ഷനിലും ബാക്കിലും എല്ലാ മുടിയിലും അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 3 hours ഇങ്ങനെ വയ്ക്കുക. വേണമെങ്കിൽ ഷവർ ക്യാപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെറുതെ റാപ്പ് ചെയ്ത് വെച്ചാലും മതി. 3 hours ശേഷം നോർമൽ വാട്ടറിൽ തല വാഷ് ചെയ്യാം. ഷാമ്പു 2 days യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കണ്ടീഷണർ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ, ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസ് ചെയ്യണേന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക.